ഇന്നത്തെ ഞങ്ങളുടെ വീട്ടിലെ ഊണാണ് കേട്ടോ ഇതാക്കിയതൊക്കെ ഭാര്യയാണെങ്കിലും പറയുന്ന റോൾ എനിക്ക് തന്നിരിക്കുന്നത്. നമ്മളൊരു പൂച്ച ഉണ്ട്, അതിന് വന്നിട്ടുണ്ട് മീൻ മുറിക്കുന്ന സമയത്ത് അതിനൊരു മീനൊക്കെ കൊടുത്ത് അതിനും നല്ല സന്തോഷമായി. അപ്പോൾ നമ്മൾ മീൻ കട്ട് അയിലയാണ് കേട്ടോ, അയിലയും ചെമ്മീനുണ്ട്. അപ്പോൾ അതൊക്കെ കട്ട് ചെയ്ത് കറിയൊക്കെ വെച്ച് നല്ല അടിപൊളിയത്തെ ഊണാക്കി കഴിക്കണമെന്ന് പൂച്ച വീണ്ടും കരയുന്നുണ്ട്. എന്തായാലും ഒന്നുകൂടി കൊടുത്ത്. അത് നല്ല നാടൻ ഊണിൻ്റെ അരിയാണിത് കേട്ടോ നമ്മൾ കഴിക്കുന്നത്. ഇന്നത്തെ ഊണ് നല്ല തേങ്ങ ഉരുവൊക്കെ എൻ്റെ ജോലിയാണ് കേട്ടോ, അതൊക്കെ ഞാൻ ചെയ്തു കൊടുത്ത്. പിന്നെ തേങ്ങ ചിരവലും എൻ്റെ ഡ്യൂട്ടിയാണ് കേട്ടോ, അപ്പോൾ അതും ഞാൻ ചെയ്തു കൊടുത്തു കേട്ടോ. അത് കഴിഞ്ഞ് അരി ഇടൽ മൂപ്പറ ഡ്യൂട്ടിയാണ്, അത് അവൾ കറക്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ പയറൊക്കെ ഞങ്ങൾ മുറിച്ച് നല്ല പച്ച പയറാണ്, നല്ല നാടൻ പയറാണെന്നാണ് തോന്നുന്നത്. അവൾക്ക് എവിടെ നിന്നോ കിട്ടിയതാണെന്ന് തോന്നുന്നത്, അയൽവാസി കൊടുത്ത് അങ്ങനെയാണെന്ന് തോന്നുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ നല്ല വറവാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ നാടൻ ഊണിന് വറവുണ്ടെങ്കിൽ തന്നെ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കുമല്ലോ. അപ്പോൾ നാടൻ ഊണ് ഒരു പ്രത്യേകത. പിന്നെ ചെമ്മീനുണ്ട് കേട്ടോ, ചെമ്മീൻ ഒരു 6 ആകെ ഉള്ളൂ, എന്നാലും കുഴപ്പമില്ല, നല്ല രുചിയോടെ കറി വെക്കാമല്ലോ. അതും ഒരു അയൽവാസി തന്നാണ് കേട്ടോ മീനൊക്കെ. അപ്പോൾ ഞങ്ങൾ നല്ല അരി തിളച്ച് അതിൻ്റെ കൂടെ സോയാബീൻ ഉണ്ട്, സോയാബീൻ പൊരിക്കാം. മീനൊന്നും ഇല്ലല്ലോ, മീനൊക്കെ റേറ്റ് ആയതുകൊണ്ട് സോയാബീൻ അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് കരുതി. അപ്പോൾ തേങ്ങ അരവിൻ്റെ കറിയാണ് കേട്ടോ മീൻ വെക്കുന്നത്. ഇപ്പോൾ തേങ്ങ അരച്ചൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്, അതൊക്കെ അവൾ അരച്ച് സെറ്റാക്കുന്നുണ്ട്. അത് പുറത്തേക്ക് വരുന്നുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ നമ്മൾ ചോറ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ചോറിൻ്റെ കൂടെ പപ്പടം ഉണ്ട്, പപ്പടം റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മളെ സോയാബീൻ്റെ ആ പൊരിക്കുന്ന മസാലകൾ, മീൻ പൊരിക്കുമ്പോൾ തന്നെയുള്ള മസാലകളൊക്കെ ഇട്ട് അതിനെ നല്ല സെറ്റാക്കി എടുത്തിട്ട് അതിനെ പൊരിച്ചെടുക്കുകയാണ്. അതിനെ പൊരിച്ചെടുത്തതിൻ്റെ ശേഷം നല്ല രുചിയോടെ കഴിക്കുക. സോയാബീൻ്റെ തന്നെ നല്ല ചോറ് കാറ് പോകുമ്പോൾ പോരുന്ന പറഞ്ഞാൽ നമുക്ക് കറിയും സെറ്റായിട്ടുണ്ട്. നല്ല നാടൻ തേങ്ങ അരവൊക്കെ അറിയാമെന്നല്ലോ അല്ലേ. നല്ല അടിപൊളി പപ്പടവും മറ്റേ വറവും ഇതിൻ്റെയൊക്കെ കൂടെ എൻ്റെ ഒരു പ്രത്യേകമായിട്ടുണ്ട് കേട്ടോ, പൈനാപ്പിൾ, ഉള്ളി, മുളക് ഇതൊക്കെ ചേർത്തിട്ടൊരു പൈനാപ്പിൾ സലാഡും കൂടി ഉണ്ട്. ചോറ് ഊണ് തിന്നേണ്ട പരിപാടി കേട്ടോ, ഞങ്ങൾ തിന്നാൻ വേണ്ടി പോകാൻ കേട്ടോ. നിങ്ങളൊക്കെ ഊണ് തിന്നിട്ടുണ്ടാകുന്ന വിചാരിക്കുന്നത്. എല്ലാവരും നല്ല രുചിയോടെ ആക്കി കഴിക്കുക. ഭക്ഷണം ആരോഗ്യം പ്രധാനമാണ്. എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇതൊന്നും ആദ്യം ഒന്ന് കഴിച്ച് നോക്കട്ടെ, ഇതിൻ്റെ ടേസ്റ്റ് ഒന്നും അറിയണമല്ലോ. നമ്മൾ ഉണ്ടാക്കുന്നത് കണ്ടാൽ മാത്രം പോരല്ലോ, അതിൻ്റെ ടേസ്റ്റ് ഉണ്ടോ എന്ന് നോക്കണ്ടേ. ആ ടേസ്റ്റ് നോക്കിയിട്ട് പറയാം ബാക്കി. ഇല്ലെങ്കിൽ നമുക്ക് പിന്നെ മാറ്റി ചേഞ്ചാക്കി ഉണ്ടാക്കണമല്ലോ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നമ്മളെ പെണ്ണുങ്ങളെ പ്രത്യേകിച്ചുള്ള ഐറ്റാണ് ഇതൊക്കെ. ഓക്കെ, റൈറ്റ്.